ടൈലേഴ്സിന് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയട്ടെ. വർഷങ്ങൾക്ക് മുന്നേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള തുണികളുടെ ലെഫ്റ്റ് ഓവർ പീസസ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. എന്തിനാണ് ഇതിങ്ങനെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആലോചന, എന്തിനതിപ്പോൾ കളയുന്നത്, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തൂടെ. അങ്ങനെ ഇതിൽ നിന്നും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്താലോ എന്നൊരു തോട്ട് വന്നു. അങ്ങനെ തമ്മിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന 2 ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിലുള്ള 2 ഫാബ്രിക്സ് ഞാൻ ചൂസ് ചെയ്തു. ഇതാണ് ആ 2 ഫാബ്രിക്സ്. പാച്ച് വർക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്ത 2 പീസസും നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലും വിഡ്ത്തിലും ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഈ 2 പീസസും നമുക്ക് ഇടകലർത്തിയാണ് കേട്ടോ വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം മാച്ച് ആയിട്ട് പോകുന്ന കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ആവശ്യമായിട്ടുള്ള ഫാബ്രിക്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ചെറിയ ചെറിയ പീസസിനെ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് എല്ലാ പീസസും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ ക്ലോത്തിനെ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എവിടെയാണോ നമുക്ക് ഈ പാച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആ പോർഷൻ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്ത് വെക്കുക. നെക്കിൽ നിന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഹിപ്പിൻ്റെ ആ ഒരു ലെവൽ വരെ വരുന്ന രീതിക്കാണ് ഞാൻ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മാർക്കിങ്ങിന് ശേഷം നമ്മുടെ ഈ പാച്ചിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാച്ച് എവിടെയാണോ വരേണ്ടത് അവിടേക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് നോർമലി നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്ലോത്തിൻ്റെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. പാച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഓരോ ഫാബ്രിക്കും തമ്മിൽ ഒരു ലൈൻ ഉണ്ടല്ലോ, ഒരു സെപ്പറേഷൻ, അത് നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് സിക്സാഗ് ആയിട്ടാണ് സ്റ്റിച്ചസ് കൊടുക്കുന്നത്. ആ ഓരോ സെപ്പറേഷനിലും ഈ ഒരു പാറ്റേണിൽ നമ്മൾ ജസ്റ്റ് കട്ട് ബീഡ്സ് കൊണ്ട് ഒരു വർക്ക് കൊടുക്കുകയാണ് സിമ്പിളായിട്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സിമ്പിൾ പാച്ച് വർക്കിനെ ഇതൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യും, ഒന്നുകൂടെ ഗ്രാൻഡ് ആക്കും. അങ്ങനെ നമ്മൾ ആ മുഴുവൻ ലൈൻസും വർക്ക് ചെയ്തെടുത്തു. ഒന്നുകൂടെ ഒരു ഷൈനിങ് ആ ഒരു പാച്ചിന് കിട്ടി കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആ പാച്ചിൻ്റെ 4 സൈഡിലും മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്ത മിറേഴ്സിൻ്റെ എൻഡൊക്കെ ഇങ്ങനെ റഫായിട്ടിരിക്കുമല്ലേ, അപ്പോൾ അതിന് ചുറ്റും നമുക്ക് കട്ട് ബീഡ്സ് കൊണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഈ ഒരു കളർ കോമ്പിനേഷനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ കോപ്പർ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട്. മിറേഴ്സ് ആഡ് ചെയ്യുമ്പം എന്തായാലും ഒരു എക്സ്ട്രാ ഷൈനിങ് കിട്ടുമല്ലോ. നമ്മൾ കട്ട് പീസിൽ നിന്ന് ചെയ്ത വർക്ക് ഇതാ ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. എന്ത് ഷൈനിങ്ങാന്ന് നോക്കിയാൽ ഒരു മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെ കൊണ്ട് വർക്ക് ചെയ്തപ്പോൾ ഇത് ശരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടതിന് ശേഷമേ അതിൻ്റെ ശരിക്കുള്ള ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്തെടുത്ത ആ ഒരു പീസ് കേട്ടോ. ഈ പാച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേണിൽ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, വെറുതെ കളയേണ്ട പീസ് നമ്മളിങ്ങനെ റീയൂസ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.